ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, ഇത് ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാ. ചേച്ചി, ഞങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലെ മുതിർന്നവർ, അതായത് അച്ഛനോടും അമ്മയോടും ഒക്കെ ആലോചിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. നമ്മുടെ അച്ഛൻ്റെ കാര്യം ചേച്ചിക്ക് അറിയാലോ. പിന്നെ അമ്മ ഒരിക്കലും ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കില്ല. പിന്നെ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിന്ന് 2ാം സ്ഥാനമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നതൊന്നും ഒരിക്കലും നിന്റെ അമ്മ അംഗീകരിക്കുകയില്ല. വീട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാ ചേച്ചി മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തി തരണമെന്ന് പറഞ്ഞത്. ഒരാളും അറിയാതെ ഞങ്ങളിത് രഹസ്യമായിട്ട് വെച്ചോളാം. ഒരു കുഴപ്പമില്ല. വേറൊരാൾക്കും അവളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടാ ചേച്ചി. അവളുടെ വീട്ടുകാരോട് മുട്ടി നിൽക്കാനുള്ള കഴിവും എനിക്കില്ല. അപ്പോ ഇങ്ങനൊരു ലോക്കിപ്പ് ചെയ്തു വെച്ചാ ഭാവിയിൽ അത് ഗുണം ചെയ്യുമല്ലോ. ശരി, ഇനിയിപ്പോ നമ്മളിത് ചെയ്തു വെച്ചു എന്ന് തന്നെ വിചാരിക്ക. ഭാവിയിൽ നിന്റെ വീട്ടുകാര് നിങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അമ്മ ഇവളെ മരുമകളാക്കി വീട്ടിലേക്ക് വലതുകാലം വെപ്പിച്ച് കേറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എവിടെ താമസിക്കും? ശരി, ഇനിയിപ്പോ നിങ്ങൾ ഒരു വീടെടുത്ത് എവിടെയെങ്കിലും താമസിച്ചു എന്ന് വെക്കാം. ഈ നൂർജഹാന്റെ ബന്ധുക്കള് നിങ്ങളെ എവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ഒരു വഴി എനിക്ക് പറഞ്ഞതാ. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വഴി കണ്ടുപിടിക്ക. നമുക്ക് എന്നിട്ട് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അപ്പോഴേക്കും അവളുടെ വിവാഹം നടത്തും. ഇപ്പൊ തന്നെ അതിനുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക അവളുടെ മാമാടെ മോൻ. ലോക ഫ്രോഡായ അവന്റെ ബീവി ആവുന്നേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്നാ അവള് പറഞ്ഞേക്കുന്നത്. ഇതിപ്പം നീ വന്ന് എന്റെ സമാധാനം കൂടി ഇല്ലാതാക്കിയല്ലോ. എന്റെ ചേച്ചി, ഇതൊക്കെ കൊണ്ടാ ഞാൻ ഈ രജിസ്റ്റർ വിവാഹത്തിന്റെ കാര്യത്തിൽ ഇത്രയും ബലം പിടിക്കുന്ന. എടാ, നീ നിന്റെ അമ്മയെ വിളിച്ച് എനിക്ക് താ. അല്ലാതെ ഞാൻ വിളിച്ച നിന്റെ അമ്മ എടുക്കില്ല. ഞാൻ സംസാരിക്കാം. അത് ശരിയാവില്ല ചേച്ചി. ഈ വിവരമെങ്ങാനും അമ്മ അറിഞ്ഞ എനിക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാനേ പറ്റില്ല. എന്നെ ഈ തരത്തിലാക്കിയത് ശാരദാമ്മയും ചേച്ചിയും കൂടെ ആണെന്ന് വിചാരിച്ച് വെറുതെ ഉള്ള ശത്രുത കൂടത്തേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. നീ എന്തായാലും ഇന്ന് പോണ്ട. ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് ഇന്നിവിടെ നിൽക്ക. നാളെ പോവാം. നീ അകത്തേക്ക് വാ. രാഘവേട്ട, പിള്ളേരെ പോലെ പിണങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്ക്. എനിക്ക് തീരെ വിശപ്പില്ല ഭാമേ, എന്നെ നിർബന്ധിക്കണ്ട. വിശപ്പുണ്ടാവാതിരിക്കാനെ എന്തെങ്കിലും കഴിച്ചോ? അത് കഴിച്ചില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ വാശി? വിശപ്പില്ല, അത്ര തന്നെ.